നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് നാളെ കന്നി 4-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ 20-ാം തീയതി ശുക്രവാരം അഥവാ വെള്ളിയാഴ്ചയിലെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:17 അസ്തമയം വൈകിട്ട് 6:20 നാളത്തെ രാഹുകാലം കാലത്ത് 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാകുന്നു. ഇവിടെ പ്രാദേശിക സൂര്യോദയപ്രകാരം 10:47 മുതൽ 12:17 വരെയുള്ള സമയം നിങ്ങൾക്ക് രാഹു കാലോദയമായി കണക്കാക്കാവുന്നതാണ്. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാകുന്നു. കറുത്തപക്ഷം 5-ാം തീയതി വരെ പ്രായണ ചന്ദ്രൻ ബലവാനാകുന്നു. പക്ഷേ ചതുർത്ഥി തിഥിയിൽ ചന്ദ്രൻ ദുർബലമാണ്. നാം ഒരു ശുഭകാര്യങ്ങളും ചെയ്യാറില്ല. അതിനാൽ നാളത്തെ തിഥിയും വളരെ അനുകൂലമാണ്. അതിനേക്കാളേറെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നാളത്തെ നക്ഷത്രം വളരെ അനുകൂലമായ അശ്വതി നക്ഷത്രമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രം. ഉത്രത്രയത്തിൽ വരുന്ന നക്ഷത്രമാകുന്നു ഉത്രട്ടാതി, രേവതി, അശ്വതി. അതിനാൽ അശ്വതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന ഒരു നക്ഷത്രമാകുന്നു. പക്ഷേ അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രങ്ങൾ കന്നിരാശിക്കാരുടെ അഷ്ടമ രാശിക്കൂറാകുന്നു. അതിനാൽ നാളത്തെ ദിനം കന്നിരാശിക്കാർക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും അനുവദനീയമായ ദിവസമല്ല. കാരണം അവരുടെ 8-ാം കൂറാകുന്നു. യാത്ര ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റ് സത്കർമ്മങ്ങൾക്കോ അഷ്ടമരാശിക്കൂറ് നാം ഉപയോഗിക്കാറില്ല. ഇവിടെ കന്നിരാശി എന്ന് വെച്ചാൽ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രാശിയാകുന്നു. അവർക്കാണ് അഷ്ടമരാശി ദോഷം ഇവിടെ നിലനിൽക്കുന്നത്. നാളത്തെ ശുഭമുഹൂർത്തങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. ശുക്രൻ്റെ കാലഹോരയിൽ, അതായത് കാലത്ത് 6:30 മുതൽ 7:45 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുവദനീയമായ സമയമാകുന്നു. അതേ രീതിയിൽ മറ്റൊരു അനുകൂലമായ സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷം വരുന്ന 2:30 മുതൽ 4:15 വരെയുള്ള സമയം മകരൻ രാശിയും എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് സ്വീകരിക്കാവുന്ന മുഹൂർത്തമാണ്. നാളത്തെ ദിനം വെള്ളിയാഴ്ച, അശ്വതി നക്ഷത്രം, കൃഷപക്ഷ തൃതീയ തിഥി എല്ലാം തന്നെ വളരെ അനുകൂലമായ ഒരു ദിനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ അശ്വതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപനായ ഗ്രഹം കേതുവാകുന്നു. അശ്വതി, മകം, മൂലം. അതിനാൽ രാഹുകേതുക്കളുടെ മന്ത്രങ്ങൾ വളരെ ഉപകാരപ്പെടും നിങ്ങൾക്ക്. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രം സർപ്പക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അവിടെ നാഗത്തിന് ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി വഴിപാടായി ചെയ്യുക. ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.